ഈശ്വംസിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച സുവിശേഷം 6-ാം അധ്യായം 20-ാം വാക്യം. അവൻ അവരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. ശിഷ്യന്മാർ യാത്ര ചെയ്തിരുന്ന വഞ്ചി തിരമാലകളാൽ ആടി ഉലഞ്ഞപ്പോൾ കടലിനു മീതെ ഈശോ നടന്ന് അവരെ സമീപിച്ച് അവരോട് പറയുന്ന വാക്കുകളാ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാനുണ്ട്. ജീവിത പ്രതിസന്ധിയില്, ഒരു പ്രശ്നത്തില് ശിഷ്യന്മാരെ സഹായിക്കുന്ന ഈശോയെ നമ്മൾ കാണുന്നുണ്ട് അല്ലെ. ഈ ഒരു വചനഭാഗത്തില് ഈശോ നമ്മളെയും ഒരു കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികളില്, പ്രശ്നങ്ങളില് നിന്റെ കൂടെ ഞാനുണ്ട്. നിന്നെ ഉപേക്ഷിച്ച് മാറി നിൽക്കുന്ന ദൈവമല്ല, മറിച്ച് നിന്റെ പ്രതിസന്ധികളില് നിന്റെ കൂടെ നടന്ന് നിന്റെ കരം പിടിച്ച് നിന്റെ പ്രതിസന്ധികളെ തരണം ചെയ്യുവാനായിട്ടുള്ള ശക്തി നിനക്ക് നൽകുന്ന ഒരു ദൈവമാണ് നിന്റെ കൂടെയുള്ളത്. സ്നേഹമുള്ളവരെ, ഇത് നമ്മുടെയൊക്കെ ജീവിതത്തില് നമുക്ക് നൽകുന്ന ഒരു സന്തോഷമുണ്ട് അല്ലെ. പ്രതിസന്ധികളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകുമ്പോഴാണ് പലപ്പോഴും യഥാർത്ഥ സൗഹൃദങ്ങൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് പറ്റുന്നത്. പലപ്പോഴും ആരും കൂടെ കാണത്തില്ല. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ, ഒരു രോഗമുണ്ടാകുമ്പോൾ, ഒരു സഹനം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ ഒറ്റപ്പെട്ടു പോകാറുണ്ട്. ആരും സഹായിക്കാൻ ഇല്ലല്ലോ എന്നോർത്ത് നമ്മൾ നിരാശപ്പെടാറുണ്ട്. എന്നാൽ ഇന്ന് എൻ്റെ ഈശോ എനിക്കൊരു ഉറപ്പ് നൽകിയ, മോനെ, നീ ഭയപ്പെടേണ്ട, അതെ, നിന്റെ കൂടെ ഞാനുണ്ട്. നിന്റെ ഈ പ്രയാസം ഞാൻ മാറ്റിക്കൊള്ളാം. നിന്റെ ഈ സഹനം ഞാൻ ഏറ്റെടുത്തുകൊള്ളാം. അതുകൊണ്ടാണ് ഈശോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത്. എന്തിനു വേണ്ടിയാ? എന്നെ രക്ഷിക്കാൻ വേണ്ടിയാ. ഒരു മനുഷ്യന് സഹിക്കാവുന്നതിന്റെ പരമാവധി വേദന അവൻ സഹിച്ചു. അവന്റെ അവസാന തുള്ളി രക്തം വരെ അവൻ ചിന്തി. അത്രയേറെ എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവം, എന്റെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളിലും എന്നെ സഹായിക്കുന്ന ഒരു ദൈവം, ആ ഒരു ദൈവം എനിക്കുണ്ട്. എന്തിനാണ് പിന്നെ എൻ്റെ ജീവിതത്തിൽ ഞാൻ നിരാശപ്പെടുന്നത്? സ്നേഹമുള്ളവരെ, അതുകൊണ്ട് നമ്മുടെ ജീവിത പ്രതിസന്ധികളിലും പ്രശ്നങ്ങളിലും ഈശോ ശിഷ്യന്മാരോട് പറഞ്ഞ ഇതേ വാക്ക് എന്നോടും പറയുന്നുണ്ട്. നീ ഭയപ്പെടേണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്. ദൈവത്തിന്റെ ഈ സംരക്ഷണം നമുക്ക് തിരിച്ചറിയാം. അവന്റെ കരങ്ങളില് നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുവാനായിട്ട്, പ്രതിസന്ധികളിൽ അവന്റെ കരം പിടിച്ചുകൊണ്ട് സന്തോഷത്തോടുകൂടി അവയെ അതിജീവിക്കുവാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാൻ പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.